നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യൂറോപ്യൻ ചാമ്പ്യന്മാരായ സ്പെയിനിന് യുവേഫ നേഷൻസ് ലീഗിന്റെ ലീഗ് 1 ഗ്രൂപ്പ് ഡിയിലെ ആദ്യ മത്സരത്തിൽ അത്ര മികച്ച തുടക്കമല്ല ലഭിച്ചിരിക്കുന്നത്. അവരെ സെർബിയ പൂട്ടിയിരിക്കുന്നു, ഗോൾ രഹിത സമനിലയിൽ പൂട്ടിയിരിക്കുന്നു. സൂപ്പർ താരങ്ങളെയൊക്കെ അണിനിരത്തിക്കൊണ്ട് തന്നെയാണ് സ്പെയിൻ ഇറങ്ങിയത്. അവരുടെ മുന്നേറ്റങ്ങൾ നയിക്കാൻ ലാമിൻ യമാലും നിക്കോ വില്യംസും ഡാനി ഓൽമോയും ഒക്കെ ഉണ്ടായിരുന്നു. എന്നിട്ടും കളിയിൽ വലിയ ആധിപത്യം പുലർത്തി എന്നല്ലാതെ ഗോളിലേക്ക് എത്താൻ അവർക്ക് കഴിയാതെ പോയി. മത്സരം ഗോൾ രഹിത സമനിലയിൽ അവസാനിച്ചിരിക്കുന്നു. അതേസമയം മറ്റൊരു നേഷൻസ് ലീഗ് മത്സരം 2-3 സ്കോട്ട്ലൻഡിനെതിരെ പോളണ്ട് വിജയിച്ചു. 2 പെനാൽറ്റികളാണ് പോളണ്ടിന് ലഭിച്ചത്. അവസാന ഘട്ടത്തിലെ പെനാൽറ്റിയാണ് അവരെ വിജയത്തിലേക്ക് കൊണ്ടുപോയത്. 2-3 സ്കോട്ട്ലൻഡിനെ അവർ പരാജയപ്പെടുത്തുമ്പോൾ അവർക്ക് വേണ്ടി റോബർട്ട് ലെവൻഡോസ്കി ഒരു പെനാൽറ്റി ഗോൾ കണ്ടെത്തിയിരുന്നു. 44-ാമത്തെ മിനിറ്റിലാണ് അദ്ദേഹത്തിന്റെ ആ ഒരു പെനാൽറ്റി ഗോൾ വന്നത്. 2-0 പോളണ്ട് മുന്നിൽ പോയ കളിയാണ്. പക്ഷെ പിന്നെ ഗിൽമോറും മക്ടോമിനെയും ഗോൾ അടിച്ചപ്പോൾ സ്കോട്ട്ലൻഡ് കളി തിരികെ പിടിച്ചു. എന്നാൽ അവസാന ഘട്ടത്തില് ലെലോസ്കി പെനാൽറ്റിയിലൂടെ പന്ത് വലയിലേക്ക് എത്തിച്ചതോടെ 3-2 സ്കോട്ട്ലൻഡിനെ പോളണ്ട് പരാജയപ്പെടുത്തുകയായിരുന്നു. അങ്ങനെ പോളണ്ട് ഇപ്പോ ഗ്രൂപ്പ് 1 ലീഗ് എയുടെ ഗ്രൂപ്പ് 1 3 പോയിന്റുമായിട്ട് പോർച്ചുഗലിനൊപ്പം നിൽക്കുകയാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.